ചരിത്രപ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി ഇന്ന് കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തലക്ഷങ്ങളാണ് ചെട്ടികുളങ്ങരയിലെത്തുന്നത്. ദേവിയുടെ ഇഷ്ടവഴിപാടായ കുത്തിയോട്ടം രാവിലെ മുതൽ ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങും. 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിലെത്താനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. വിവരങ്ങളുമായി ചെട്ടികുളങ്ങരയിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ചരിത്രപ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി ഇന്ന് നടക്കുകയാണ്. കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തലക്ഷങ്ങളാണ് ചെട്ടികുളങ്ങരയിലേക്ക് ഇന്ന് ഒഴുകിയെത്തുന്നത്. വിവരങ്ങൾ നിഖില, തീർച്ചയായും വിശ്വപ്രസിദ്ധമായ ചെട്ടികുളങ്ങര ഭരണി ഇന്നാണ്. ഓണട്ടുകരക്കാരെ സംബന്ധിച്ചിടത്തോളം ചെട്ടികുളങ്ങര ഭരണി എന്നാൽ അവർക്ക് ചെട്ടികുളങ്ങര ഭഗവതിയുടെ പിറന്നാളാണ്, ഉത്സവമാണ്, ആഘോഷമാണ്. 13 കരക്കാരുടെ 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ചെട്ടികുളങ്ങര ഭരണി. ഇന്ന് രാവിലെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4 മണിയോടുകൂടി നട തുറന്നു. ഇനി 7 മണിക്കാണ് ഉഷപൂജ ആരംഭിക്കുന്നത്. ഇന്ന് രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഇഷ്ട വഴിപാടായ കുത്തിയോട്ട വഴിപാടാണ്. ഈ കഴിഞ്ഞ ശിവരാത്രി നാൾ മുതൽ ആരംഭിച്ചതാണ് ഓരോ കരക്കാരുടെയും വക കുത്തിയോട്ട വഴിപാടുകൾ. ഈ വീടുകളിൽ കുത്തിയോട്ടം നടത്തി അതിനുശേഷം ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ഈ നടന്ന കുത്തിയോട്ടങ്ങളെല്ലാം തന്നെ ഈ 13 കരക്കാരുടെ 13 ഇത്തവണ 14 കുത്തിയോട്ടങ്ങളാണുള്ളത്. ഈ കുത്തിയോട്ടങ്ങളെല്ലാം ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തും. താലപ്പൊലിയുടെയും മറ്റും അകമ്പടിയോടുകൂടിയാണ് കുത്തിയോട്ട വഴിപാടുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതാണ് ഇന്ന് രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനുശേഷം ഉച്ചയോടുകൂടി ഇന്ന് ഈ ചെട്ടികുളങ്ങര ഭരണി നാളിൽ ദേവിയുടെ നട അടയ്ക്കില്ല. നട ഇനി അടയ്ക്കുന്നത് നാളെ ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും. ഈ കുത്തിയോട്ട വഴിപാടുകൾ ഏതാണ്ട് 12 മണിയോടുകൂടി അവസാനിക്കും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ 2 ചടങ്ങുകളാണ് ഈ കുംഭഭരണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് കുത്തിയോട്ട വഴിപാടും ഒപ്പം തന്നെ മറ്റൊന്ന് കെട്ടുകാഴ്ചയുമാണ്. വിശ്വപ്രസിദ്ധമാണ് ഈ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച എന്ന് പറയുന്നത്. ഈ കെട്ടുകാഴ്ചകളെല്ലാം ഏതാണ്ട് 4:30 ഓരോ കരകളിൽ നിന്നും പുറപ്പെടും. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ചകൾ വയലിലൂടെയും മറ്റുമാണ് വലിച്ചുകൊണ്ടുവരുന്നത്. കെട്ടുകാഴ്ചകൾ 4:30 ഓരോ കരകളിൽ നിന്നും പുറപ്പെടും. ഇത്തവണ ഈ കെട്ടുകാഴ്ചകൾ 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ചകളാണുള്ളത്. ഇതിൽ 6 കുതിര, 5 തേര്, ഹനുമാൻ, പാഞ്ചാലി, ഭീമൻ, അങ്ങനെ പോകുന്നു കെട്ടുകാഴ്ചകൾ. അങ്ങനെ 13 കെട്ടുകാഴ്ചകളും കാഴ്ചക്കണ്ടത്തിൽ ഏതാണ്ട് രാത്രിയോടുകൂടി 8 മണിയോടുകൂടി എത്തും. അതിനുശേഷമായിരിക്കും അമ്പലത്തിൽ ദീപാരാധന നടക്കുക. ഈ കെട്ടുകാഴ്ചകളെല്ലാം കാഴ്ചക്കണ്ടത്തിൽ അണിനിരന്ന് കഴിഞ്ഞ് അതിനുശേഷം പുലർച്ചയോടുകൂടിയായിരിക്കും ദേവി ജീവിതങ്ങളിൽ എഴുന്നള്ളി കരക്കാരെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. എന്തായാലും 4:30 കെട്ടുകാഴ്ചകൾ ഓരോ കരകളിൽ നിന്നും പുറപ്പെടും. വലിയ ആഘോഷമായിട്ടാണ് കെട്ടുകാഴ്ചകൾ ഓരോന്നും കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തുക. അതാണ് ചെട്ടികുളങ്ങര ഭരണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് ഈ കെട്ടുകാഴ്ചകൾ. ഓരോ കെട്ടുകാഴ്ചയ്ക്കും ഓരോ കരക്കാരുടെയും ഓരോ കെട്ടുകാഴ്ചയ്ക്കും 92 അടി മുതലാണ് ഉയരമുള്ളത്. ചില കെട്ടുകാഴ്ചകൾക്ക് 100-ലധികം അടി ഉയരമുണ്ടാകും. എന്തായാലും ഈ കെട്ടുകാഴ്ചകളൊക്കെ വരുന്ന ഒരു സമയത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത നിയന്ത്രണവും ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിനുമൊക്കെ നിയന്ത്രണം ഉണ്ടാകും. നമുക്കിപ്പോൾ തന്നെ കാണാം ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ്. ഈ കുത്തിയോട്ട വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും വലിയ തിരക്കാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ കരകളിൽ നിന്നുള്ള ദേശനാഥന്മാരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഒരു ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഏത് രീതിയിലാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലേക്കുള്ള ഒരു നിയന്ത്രണങ്ങളൊക്കെ ഏത് രീതിയിലാണ്? നിയന്ത്രണങ്ങളെ 13 കരയിലുള്ള വളണ്ടിയേഴ്സ് കംപ്ലീറ്റ് നിയന്ത്രണം നടത്തുന്നതാണ്. എത്ര മണിയോടുകൂടിയായി ക്ഷേത്രത്തിലേക്ക് കുത്തിയോട്ട വഴിപാടുകൾ ഇപ്പോൾ 7 മണിയോടുകൂടി എത്തിത്തുടങ്ങുന്നു? എത്ര സമയം നീണ്ടു നിൽക്കും? എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്? പ്രധാന ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ദേവിയിൽ സമർപ്പിക്കുക. അതാണ് മെയിനായിട്ടുള്ള ചടങ്ങ്. ഗതാഗതം അടക്കം നിയന്ത്രിക്കാനായി പോലീസുകാരുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 13 കരക്കാരും ചേർന്നുള്ള ഒരു നിയന്ത്രണം അല്ലേ? അതെ, 13 കരക്കാരും ചേർന്നുള്ള ഒരു നിയന്ത്രണമാണ്. എല്ലാവരും ശക്തമായിട്ട് ഒന്നായി നിന്നുള്ള ഒരു നിയന്ത്രണം തന്നെയാണ്. നിങ്ങളുടെ ഒരു ആഘോഷം ഈ ഒരു ചെട്ടികുളങ്ങര കുംഭഭരണി എന്ന് പറഞ്ഞാൽ 13 കരക്കാരുടെയും ആഘോഷമാണ്. 13 കരക്കാരും പിന്നെ എല്ലാ ആൾക്കാരും വെളിയിലുള്ള ആൾക്കാരൊക്കെ ഒത്തുചേരുന്ന ഒരു ദിവസമാണ്. അതാണ് പ്രധാനം. എല്ലാവരും എത്തും, ബന്ധുക്കളും എല്ലാവരും എത്തുകയും ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെല്ലാം വരും. അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ, സ്റ്റേറ്റ്സിൽ ഒക്കെ ഉള്ളവരെല്ലാം വരുന്ന ഒരു ആഘോഷം. ഓണാട്ടുകാരെല്ലാവരും എത്തുന്ന ഒരു പ്രോഗ്രാമാണിത്.
നിഖിൽ, അങ്ങനെ തന്നെയാണ്. അതായത് ഓണാട്ടുകരക്കാർ എവിടെയുണ്ടെങ്കിലും ചെട്ടികുളങ്ങര ഭരണി നാളിൽ അവർ നാട്ടിലേക്ക് തിരിച്ചെത്തും. അത് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ തന്നെ ഇവരുടെ വീടുകളിലേക്ക് എത്തും. വീടുകളിലെത്തി എല്ലാവർക്കും വീടുകളിൽ നിന്നുള്ള ഒരു സദ്യ, അത് എല്ലാ വീട്ടിലെയും ഒരു പ്രത്യേകതയാണ്. എവിടെ പോയ ഓണാട്ടുകരക്കാരും ചെട്ടികുളങ്ങര കുംഭഭരണി നാളിൽ നാട്ടിലേക്ക് എത്തുക, അത് അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ തന്നെ ഓണാട്ടുകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് നാട്ടിലായാലും ഏത് ദേശത്തായാലും ചെട്ടികുളങ്ങര ഭരണി നാളിൽ നാട്ടിലേക്ക് എത്തുക എന്നാണ് അവരുടെ ഒരു വലിയ ഒരു ആഗ്രഹം, ഒരു ലക്ഷ്യം, അങ്ങനെ തന്നെ പറയാം. എന്തായാലും ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ കുത്തിയോട്ട വഴിപാടുകളൊക്കെ വരുമ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ തിരക്ക് അനുഭവപ്പെടാതിരിക്കാൻ തന്നെ ഫ്ലൈ ഓവർ ഒക്കെ ഉണ്ട്. ഇവിടെ ഫ്ലൈ ഓവറിലൊക്കെ ആ വഴിയൊക്കെയാണ് ആളുകളെ കടത്തിവിടുന്നത്. ക്ഷേത്രത്തിലേക്ക് ഉള്ള പ്രവേശനം ആ രീതിയിലാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. 7 മണിയോടുകൂടി കുത്തിയോട്ട വഴിപാട്, ദേവിയുടെ ഇഷ്ട വഴിപാടായ കുത്തിയോട്ടം ഇങ്ങോട്ടേക്ക് എത്തും. കുത്തിയോട്ട വഴിപാടിനൊപ്പം തന്നെ താലപ്പൊലി, ആ രീതിയിൽ വലിയ ആഘോഷമായിട്ട് തന്നെയാണ് കുത്തിയോട്ട വഴിപാടുകൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. മാത്രമല്ല ഈ കെട്ടുകാഴ്ചകളും ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇത്തവണ 4:30 ഓരോ കരയിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ പുറപ്പെടുക. 4:30 പുറപ്പെടുന്ന കെട്ടുകാഴ്ചകൾ ഏതാണ്ട് സന്ധ്യയോടുകൂടി ആയിരിക്കും. ഓരോ കെട്ടുകാഴ്ചയ്ക്കും ഓരോ സ്ഥലമുണ്ട്. അങ്ങനെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കെട്ടുകാഴ്ചകൾ വരും. കാഴ്ചക്കണ്ണത്തിൽ നിരക്കും. കെട്ടുകാഴ്ചകളെല്ലാം എത്തിയ ശേഷമായിരിക്കും ദേവിയുടെ തിരുനടയിൽ ദീപാരാധന നടക്കുക. പിന്നീട് ഈ കെട്ടുകാഴ്ചകളൊക്കെ അണിനിരുന്നതിന് ശേഷം നടക്കുന്ന പ്രത്യേക ഒരു ചടങ്ങാണ് ജീവിതകളിൽ ദേവി എഴുന്നള്ളി ഭക്തരെ അനുഗ്രഹിക്കുക. ആ രീതിയിലാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ കാഴ്ചക്കണ്ടത്തിൽ ഈ കെട്ടുകാഴ്ചകൾ ഒക്കെ അണിനിരന്ന് അതിനുശേഷം ക്ഷേത്രത്തിൽ ദീപാരാധന അങ്ങനെ പോകുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. എന്തായാലും അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിലേക്ക് കുത്തിയോട്ട വഴിപാടുകൾ എത്തും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. നിഖിൽ. നിഷ, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെ ഇവിടേക്ക് ഉണ്ടാകും. അതായത് നിരവധി ഭക്തർ ഇന്ന് ഈ ഒരു കുംഭഭരണി നാളിൽ ചെട്ടികുളങ്ങരയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ഗതാഗത നിയന്ത്രണം ഇന്ന് ചെട്ടികുളങ്ങരയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നറിയാൻ സാധിക്കുന്നു. നിഖിൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഭക്തലക്ഷങ്ങളാണ് ഇന്ന് ചെട്ടികുളങ്ങരയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലേക്കുള്ള ഓരോ നടയിലും പ്രത്യേകമായി പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 100ഓളം ക്യാമറകൾ സ്ഥാപിച്ച് അവിടെ ആ രീതിയിലുള്ള ഒരു നിയന്ത്രണമൊക്കെ ഉണ്ട്. സുരക്ഷാ സജ്ജീകരണങ്ങളുണ്ട്. പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടുകാഴ്ചകൾ കടന്നു വരുന്ന വഴിയിൽ ഇന്ന് വൈകിട്ട് 3 മുതൽ നാളെ രാവിലെ 8 മണി വരെ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ക്ഷേത്രത്തിന്റെ 4 ദിശകളിലും വാഹന പാർക്കിംഗ് സംവിധാനമുണ്ട്. ഇവിടെ എത്തുന്ന ആളുകളുടെ സുരക്ഷയ്ക്കായി ആ രീതിയിലുള്ള ക്രമീകരണങ്ങളുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഈരേഴ തെക്ക് കാരിക്കുളങ്ങര കണ്ടിയൂർ തെക്കേനട റോഡിൽ റെസ്ക്യൂ വേ ആയി ഉപയോഗിക്കും. സുരക്ഷ ശക്തമാണ്. കുംഭഭരണി നാളിൽ ക്ഷേത്രവളപ്പിലും പരിസരത്തും പോലീസിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കായംകുളം, ആലപ്പുഴ, ചെങ്ങന്നൂർ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം എന്തായാലും ചെട്ടികുളങ്ങരയിലുണ്ട്. ക്ഷേത്രവളപ്പിലും 2 കിലോമീറ്റർ ചുറ്റളവിലുമായി 100ഓളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രം ഓഡിറ്റോറിയത്തിന് മുകളിൽ പോലീസിന്റെ കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. മാത്രമല്ല കാഴ്ചക്കണ്ടത്തിന് സമീപം വാച്ച് ടവറും സജ്ജമാക്കിയിട്ടുണ്ട്. സന്നദ്ധ സേന ക്ഷേത്രവളപ്പിലെ തിരക്ക് നിയന്ത്രിക്കുന്നുണ്ട്. ഈ സന്നദ്ധ സേന എന്ന് പറയുന്നത് 200ഓളം പേരുടെ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സേനയാണ്. 13 കരകളിൽ നിന്നുള്ളവരാണ് ഈ സന്നദ്ധ സേനയിലുള്ളത്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ഉണ്ട്. ഗതാഗത നിയന്ത്രണം ചെട്ടികുളങ്ങരയിൽ ഇന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. വൻ സുരക്ഷാ ക്രമീകരണവും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുത്തിയോട്ട ഘോഷയാത്ര കടന്നു പോകുന്ന സമയം വരെയും കെട്ടുകാഴ്ച വരവ് ആരംഭിക്കുന്ന വൈകിട്ട് 4:30 വരെയും തട്ടാരമ്പലം ചെട്ടികുളങ്ങര കായംകുളം റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. കായംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കണ്ടിയൂർ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോകണം. ആ രീതിയിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന്റെ 250 മീറ്റർ ചുറ്റളവിൽ ഔദ്യോഗിക വാഹനങ്ങളല്ലാതെ മറ്റൊരു വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ആ രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഭക്തരുടെ ഒരു തിരക്ക് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ 4-ന് തുറന്നതാണ് ദേവിയുടെ നട. ഇനി ഈ നട അടയ്ക്കുന്നത് നാളെ ഉച്ചയോട് കൂടി മാത്രമായിരിക്കും. കാരണം പ്രധാനപ്പെട്ട വഴിപാടായ കുത്തിയോട്ട വഴിപാടുകൾ 7 മണി മുതൽ ആരംഭിക്കും. 12 മണി വരെ ആയിരിക്കും കുത്തിയോട്ട വഴിപാട് ക്ഷേത്രത്തിലേക്ക് എത്തുക. അതിനുശേഷം ഉച്ചപൂജ നടക്കും. പിന്നീട് ഉള്ള പ്രധാനപ്പെട്ട വഴിപാടാണ് കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തുക. കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സമയത്തൊന്നും തന്നെ നട അടയ്ക്കാൻ പാടില്ല. ദേവി എല്ലാ കെട്ടുകാഴ്ചകളെയും സ്വീകരിക്കുന്നു എന്നാണ്
ഭക്തരുടെ വിശ്വാസം. കെട്ടുകാഴ്ചകൾ ഓരോന്നായി ഇന്ന് 4:30-ക്ക് ശേഷമായിരിക്കും കെട്ടുകാഴ്ചകൾ പുറപ്പെടുക. കെട്ടുകാഴ്ചകൾ ഓരോന്നായി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്ത് കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. അങ്ങനെ കാഴ്ചക്കണ്ടത്തിൽ ഈ കെട്ടുകാഴ്ചകളെല്ലാം അണിനിരന്ന ശേഷമാണ് വൈകിട്ട് ദീപാരാധന നടക്കുക. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഈ കെട്ടുകാഴ്ചകളൊക്കെ കാണാൻ ഓരോ കരക്കാരുടെയും വലിയ തിരക്ക്. കെട്ടുകാഴ്ചകൾ വരുന്നത് തന്നെ കരക്കാരുടെ ഒരു അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും. വാദ്യമേളങ്ങളോടും താലപ്പൊലികളോടും ഒക്കെ കൂടിയാണ് കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നത്. ഈ കെട്ടുകാഴ്ചകൾ എന്ന് പറയുന്നത് ഓരോ കരക്കാരുടെയും ഒരു ആവേശമാണ്. അവർ 13 കരക്കാരുടെ 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. അപ്പോൾ ഓരോ കെട്ടുകാഴ്ചകളും ഒരുക്കിയതിൻ്റെയൊക്കെ ആവേശം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ശിവരാത്രി നാളിൽ തുടങ്ങുന്ന കെട്ടുകാഴ്ച നിർമ്മാണം അത് ചില സമയത്ത് ഈ ശിവരാത്രി കഴിഞ്ഞ് കുംഭഭരണി നാളിലേക്ക് എത്താനായി ചിലപ്പോൾ ഒരു 7 ദിവസമൊക്കെ എടുക്കും. പക്ഷേ ഇത്തവണ ശിവരാത്രി കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുംഭഭരണി ആയിരുന്നു. അങ്ങനെ കെട്ടുകാഴ്ചകളുടെയൊക്കെ നിർമ്മാണമൊക്കെ പൂർത്തിയായി. എല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. നിർമ്മാണങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ കെട്ടുകാഴ്ചകളൊക്കെ ക്ഷേത്രത്തിലേക്ക് വന്ന് കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കാനുള്ള ഒരു വലിയ തയ്യാറെടുപ്പുകൾ ഒക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനിയിപ്പോൾ ഇന്ന് കുംഭഭരണിയാണ്. ചെട്ടികുളങ്ങരക്കാരെ പ്രത്യേകിച്ചും ഓണാട്ടുകരക്കാരെ സംബന്ധിച്ചിടത്തോളം ദേശത്തിന്റെ പരദേവതയായ ചെട്ടികുളങ്ങര ഭഗവതിയുടെ ജന്മനാള് വലിയ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഓണാട്ടുകരയുള്ളത്. നിഖിൽ. ശരി നിഷ, എന്തായാലും നിഷ പറഞ്ഞതുപോലെ 2:30 കരകളിൽ നിന്ന് കെട്ടുകാഴ്ച വരവ് ആരംഭിക്കും. 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ വൈകിട്ട് 4:30 ക്ഷേത്രത്തിലേക്ക് എത്തി തുടങ്ങുക. പിന്നീട് കരയുടെ ക്രമത്തിൽ അത് ക്ഷേത്രത്തിലെ മുൻപിലെ കാഴ്ചക്കണ്ടത്തിലേക്ക് ഈ ഒരു കെട്ടുകാഴ്ചകൾ എത്തിത്തുടങ്ങും. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, പേള, നടക്കാവ് കരക്കാർ കുതിരയെയും, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, കടവൂർ, ആഞ്ഞിലിപ്ര, മേനാമ്പള്ളി കരക്കാർ തേരും, മറ്റം വടക്ക് ഭീമനെയും മറ്റം തെക്ക് പാഞ്ചാലി സമേതനായ ഹനുമാനെയുമാണ് ഒരുക്കുന്നത്. കെട്ടുകാഴ്ച നിർമ്മാണം നേരത്തെ നിഷ പറഞ്ഞതുപോലെ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഒപ്പം ഈ ഓർഡറിൽ തന്നെ, അതായത് ആദ്യം ഈരേഴ തെക്ക്, പിന്നീട് ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നിങ്ങനെയാണ് കരകളുടെ ക്രമം. ഈ ക്രമത്തിൽ ഈ കെട്ടുകാഴ്ചകൾ അത് കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങും. പിന്നീട് പുലർച്ചെ 3-ന്, നാളെ പുലർച്ചെ 3-ന് ഈ ഒരു ക്രമത്തിൽ തന്നെ ദേവിയുടെ ജീവിത കാഴ്ചക്കണ്ടത്തിൽ ഇറങ്ങി ഈ ക്രമത്തിൽ ഓരോ കരക്കാരെയും എത്തി അവരെ അനുഗ്രഹിച്ച ശേഷം മടങ്ങുന്നതോടെ ഈ വട്ടത്തെ കുംഭഭരണി മഹോത്സവത്തിന് സമാപനമാകും. നിഷ തുടർന്നുള്ള നിഷ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിഷ വിശദമായ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഓരോ കരകളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ, കെട്ടുകാഴ്ചയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്, അവസാന വട്ട ഒരുക്കത്തിലാണ്. ഇന്നിപ്പോൾ രാവിലെയും വിവിധ സ്ഥലങ്ങളിലെ കെട്ടുകാഴ്ചകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിഷ. നിഖിൽ, അങ്ങനെ തന്നെയാണ് കെട്ടുകാഴ്ചകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശിവരാത്രി നാളിലാണ് ഈ കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഓരോ കരക്കാർക്കും വലിയ ആഘോഷവും ഉത്സവവും ഒക്കെയാണ് കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം. കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അവസാനവട്ട ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അവസാനവട്ട മിനുക്കുപണികളിൽ തന്നെയാണ് ഇപ്പോഴും ഓരോ കരക്കാരും ഉള്ളത്. ഇനി വൈകിട്ട് 4:30 കെട്ടുകാഴ്ചകൾ വലിയ ആഘോഷത്തോടു കൂടി കരക്കാരുടെയൊക്കെ ഒരു സാന്നിധ്യത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവം എന്ന് പറയുന്നത് തന്നെ ഈ കെട്ടുകാഴ്ചകളുടെ ഒരു കാഴ്ചപ്പൊക്കം അത് തന്നെയാണ് ഇതിനെ ഏറെ വ്യത്യസ്തമാക്കുന്നത്. ഇവിടുത്തെ കെട്ടുകാഴ്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 92 അടി മുതൽ ഉയരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കെട്ടുകാഴ്ചകൾ വരുന്ന ഓരോ വഴിയിലും പ്രത്യേക ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണങ്ങൾ അതൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ചെട്ടികുളങ്ങരക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ, അതായത് ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ് അവർക്ക് ഈ ചെട്ടികുളങ്ങര കുംഭഭരണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയുള്ള ചെട്ടികുളങ്ങരക്കാരും ഓണാട്ടുകരക്കാരും ഒക്കെ തന്നെ ഈ ഒരു സമയം വീടുകളിലേക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും ഒക്കെ എത്തുന്ന ഒരു സമയമാണ്. ആ രീതിയിലുള്ള ഒരു ആതിഥ്യം അരുളുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ വീടുകളും ഉള്ളത്. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷവും ഒക്കെ ഈ വരുന്ന വഴിയിലൊക്കെ അത് കണ്ടതാണ്. ഇത്തവണയും ആ രീതിയിൽ തന്നെയാണുള്ളത്. എന്തായാലും കുത്തിയോട്ട വഴിപാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട 2 വഴിപാടുകളാണ് ക്ഷേത്രത്തിൽ ഇന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം രാവിലെ നടക്കുന്നതാണ്.
കുത്തിയോട്ട വഴിപാട് 13 കരകളിലും ഈ കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം ആരംഭിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് കുത്തിയോട്ട വഴിപാടും ആരംഭിക്കുന്നത്. 13 കരകളിലും കുത്തിയോട്ട വഴിപാടുകളുണ്ട്. ഇക്കൊല്ലം 14 കുത്തിയോട്ടമുണ്ട്. ഈ വീടുകളിലൊക്കെ കുത്തിയോട്ടം പൂർത്തിയാക്കിയ ശേഷം ക്ഷേത്രത്തിലേക്ക് ഈ കുത്തിയോട്ടങ്ങൾ എല്ലാം എത്തും. ആ രീതിയിലാണ് കുത്തിയോട്ടം ക്രമീകരിച്ചിട്ടുള്ളത്. കുത്തിയോട്ട വഴിപാടുകൾ 7 മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തും. പിന്നീട് എന്തൊക്കെയാണ് ചടങ്ങുകൾ? ഓരോ കുത്തിയോട്ടം വന്ന് അതൊക്കെ അമ്മയ്ക്ക് സമർപ്പിക്കുക. ഓരോ ചൂരിൽ മുറിയുക. ചൂരിൽ സ്വർണ്ണ നൂലുണ്ടല്ലോ, ചൂരിൽ മുറിഞ്ഞ് ആ വഴിപാടുകാരൻ അവിടെ സമർപ്പിക്കും. അങ്ങനെ അടുത്ത കുത്തിയോട്ടം അങ്ങനെ കയറ്റി ഓരോന്ന് ക്രമം അനുസരിച്ച് കയറി വരും. കരകളുടെ ഒന്നുമില്ല, വഴിപാട് കരയ്ക്ക് പുറത്തുമുണ്ട് കരയ്ക്കകത്തുമുണ്ട്. അങ്ങനെ കരയെന്നുള്ള നിബന്ധനയൊന്നുമില്ല, വഴിപാടുകാരൻ എന്നുള്ളതുള്ളൂ. എത്ര മണി വരെ ഉണ്ടാവും? 12 മണിക്ക് മുമ്പേ കയറണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 12 മണിക്ക് മുമ്പ്. ഇന്ന് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, പൂജകൾ, അതൊക്കെ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് അറിയോ? പറ. രാവിലെ സാധാ എല്ലാ ദിവസവും നടക്കുന്ന പൂജകളെല്ലാം ക്രമേണ നടക്കും. അതൊന്നും ഒരു മാറ്റം ഉണ്ടാവത്തില്ല. 12 മണിക്ക് മുമ്പും അതിനുശേഷം കെട്ടുകാഴ്ച വരവ് 4-4:30 ശേഷമാണ്. വൈകിട്ട് കാഴ്ച കണ്ടത്തിൽ 13 കരകളുടെയും കെട്ട് കാഴ്ച. 13 കരന്ന് തേരുണ്ട്, കുതിരയുണ്ട്, ഹനുമാന്, ഭീമസേനന്, പാഞ്ചാലി എല്ലാ കെട്ടുകാഴ്ചകളും വൈകിട്ട് കാഴ്ച കണ്ടത്തിൽ നിറക്കും. വെളുപ്പിനെ ദേവി എല്ലാ കെട്ടുകാഴ്ചകളും കാണാനായിട്ട് പുറത്തിറങ്ങും. എഴുന്നള്ളത്തുണ്ട്. അതാണ് പ്രധാന ചടങ്ങ്. എത്ര മണിക്കാണ്? അത് ഒരു 5 മണിയാവും. വെളുപ്പിന് 5 മണി, 4:30-5 മണിയാവും. മൊത്തം കെട്ടുകാഴ്ചകളും വൈകിട്ട് ദിവാരാനിക്ക് മുമ്പ് കണ്ടത്തിൽ ഇറങ്ങും. വെളുപ്പിനാണ് ഈ നമ്മളെ അമ്മ പുറത്തിറങ്ങി കെട്ടുകാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. എഴുന്നള്ളപ്പ് അതിനുശേഷം എല്ലാം കണ്ടിട്ട് സന്തോഷമായിട്ട് അമ്മ തിരിച്ച് അമ്പലത്തിലേക്ക് കയറുക. അതാണ് എൻ്റെ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത. എങ്ങനെയാണ് ചെട്ടികുളങ്ങരക്കാരുടെ ഒരു കുംഭഭരണി എങ്ങനെയാണ്? ചെട്ടികുളങ്ങരക്കാരുടെ കുംഭഭരണി എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഇപ്പം ഗൾഫ് അങ്ങനെയുള്ള എല്ലായിടത്തും താമസിക്കുന്നവരല്ല ഇപ്പോൾ ഓണത്തിനേക്കാളിലും പ്രധാനമായിട്ട് ഈ കുംഭഭരണിക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ. ഞങ്ങളുടെ ഒരു ദേശീയോത്സവം പോലാണ് ഞങ്ങളിതിനെ കണക്കാക്കുന്നത്. പുറത്തുനിന്നുള്ള ആളുകളും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ വീട്ടിലേക്ക് വരുന്ന ഒരു സമയം? തീർച്ചയായിട്ടും എല്ലാ ബന്ധുക്കളും എല്ലാവരും ഈ കുംഭഭരണിക്ക് വീട്ടിൽ വന്ന് ഒത്തുകൂടാറുണ്ട്. ഇപ്പം ഈ സന്നദ്ധ സേന ഉണ്ടെന്ന് പറഞ്ഞു, ഒരു 200ഓളം പേരടങ്ങുന്ന സന്നദ്ധ സേനയുണ്ടെന്ന് പറഞ്ഞു. അത് ഈ 13 കരക്കാരുടെ നേതൃത്വത്തിലാണ്. എങ്ങനെയാണ് നിങ്ങളിവിടെ ഒരു സുരക്ഷയൊക്കെ സജ്ജമാക്കുന്നത്? 13 കരക്കാരുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ കരയിൽ നിന്നും 10 വോളണ്ടിയേഴ്സ് ഉണ്ട്, കരനാഥന്മാരുണ്ട്. അതായത് സെക്രട്ടറി പ്രസിഡന്റും കൺവെൻഷൻ മെമ്പർമാരും ഉൾപ്പെടുന്നവർ ഉണ്ട്. അത് കൂടാതെ 65 പേര് വരും 13 കരയിൽ നിന്ന് വരുമ്പോൾ. പിന്നെ അല്ലാതെ ഓരോ കരയിൽ നിന്നും 10 പേര് വോളണ്ടിയേഴ്സ് ഉണ്ട്, 130 പേര്. അപ്പോൾ ഇവർ ഒന്നിച്ച് എല്ലാവരും കൂടെ അടങ്ങുന്ന ഒരു ടീമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഹിന്ദുമത കൺവെൻഷൻ, ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ്റെ നേതൃത്വത്തിലാണ്. അത് 13 കരയുടെ ഏകീകൃതമായിട്ട് സംഘടനയാണ്. അപ്പോൾ അതിന് നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഒരു വോളണ്ടിയർ ചീഫ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവരും പല പല ഡ്യൂട്ടികൾ ചെയ്യുന്നു. 13 കരക്കാർക്കും 13 കെട്ടുകാഴ്ചകളുണ്ടല്ലോ? ഉണ്ട്. അത് ഇങ്ങനെ ഓരോ ക്രമം അനുസരിച്ചല്ലേ കാഴ്ച കണ്ടെത്തുന്നത്? അനുസരിച്ചാണ്. ഈരേഴ് തെക്ക് തുടങ്ങും. ഈരേഴ് തെക്ക്, ഈരേഴ് വടക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്പുഴ, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ്. അങ്ങനെ 13 കരകളാണ്. അതിന് എല്ലാ കരയ്ക്കും കെട്ടുകാഴ്ചകളുണ്ട്. ശിവരാത്രി നാളിൽ തുടങ്ങുന്ന കെട്ടുകാഴ്ച നിർമ്മാണമാണ്. അതുപോലെ തന്നെ കുത്തിയോട്ട വഴിപാടുകളും ഒക്കെ ശിവരാത്രി നാളിൽ തുടങ്ങുന്നതാണ്. ഈ പ്രധാനപ്പെട്ട, അതായത് ചെട്ടികുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 2 പ്രധാന ചടങ്ങുകളാണ് ഈ കുത്തിയോട്ട വഴിപാടും ഒപ്പം തന്നെ കെട്ടുകാഴ്ചയും. ഇത് രണ്ടും ശിവരാത്രി നാൾ മുതലാണ് തുടങ്ങുന്നത്. അതെന്താ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്? അല്ല, ശിവരാത്രി നാളെന്ന് തിരുവാതിര അല്ലേ അന്ന് തുടങ്ങുന്ന വെച്ചാൽ അതാ ഒരു ചടങ്ങ്. സാധാരണ 7 ദിവസമാണ് വരുന്നത്. ചില വർഷങ്ങൾ വരുമ്പം 5 ദിവസമൊക്കെ കുത്തിയോട്ടം. 5 ദിവസമാണ്. 6ാമത്തെ ദിവസം റെസ്റ്റാണ്. പിറ്റേ ദിവസം ഭരണി. കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം കുത്തിയോട്ട ചുവടും പാട്ടും. 6ാമത്തെ ദിവസം റെസ്റ്റായിരുന്നു. ഇപ്പം ഇന്ന് ഭരണിക്ക് അതിരാവിലെ അവർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഘോഷയാത്രയായിട്ട് അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് ഇങ്ങ് വരികയാണ്. ഇവിടെ കൊണ്ട് സമർപ്പിക്കും. കുത്തിയോട്ടം കൊണ്ട് സമർപ്പിക്കുക എന്ന് പറയാം. എന്നിട്ട് ഓരോരുത്തരും അത് വരുന്നതിൻ്റെ ക്രമം അനുസരിച്ച്, അതിന് പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ കരകളുടെ കെട്ടുകാഴ്ച വരുമ്പോൾ അവർ കരയുടെ ക്രമം അനുസരിച്ചാണ് ഇറങ്ങുന്നത്. ഈ ചെട്ടികുളങ്ങരയുടെ ഒരു മാത്രം പ്രത്യേകതയാണ് കുത്തിയോട്ടം. ഇവിടെ പ്രത്യേകിച്ച് കുത്തിയോട്ടത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പരിശീലനം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്? ഉണ്ട്. 10-45 സമിതികൾ ചെട്ടികുളങ്ങര കൺവെൻഷൻ രജിസ്ട്രേഷൻ ഉണ്ട്. അതിനകത്ത് ഒരു 45-46 സമിതികളുണ്ട്. അതിൻ്റെ വലിയ ആശാന്മാരും ഉണ്ട്. പിന്നെ അതിൻ്റെ പിൻതലമുറയാണിപ്പം പഴയ ആശാന്മാർ ഒത്തിരി പേര് കേട്ടവരുണ്ട്. അതിനുശേഷമുള്ള തലമുറ ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. പരിശീലനമുണ്ട് 1 വർഷം നീളുന്ന. അതായത് കുട്ടികളുടെ അരങ്ങേറ്റം, കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചിട്ട് ഇതിന് മുൻപേ അരങ്ങേറ്റം നടത്തും. അരങ്ങേറ്റം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. അങ്ങനെ ഉള്ള ആ കുട്ടികൾക്ക് മാത്രമേ ഈ
കുമ്പഭരണി കുത്തിയോട്ടത്തിൽ അവർ ചെവിടി ചവിട്ടാൻ ഇറങ്ങും. ക്ഷേത്രത്തിലാണോ അരങ്ങേറ്റം? അല്ല, അങ്ങനെ വേണമെന്നില്ല. അവർ പഠിപ്പിക്കുന്ന കളരിയിലാകാം, പിന്നെ ചില ക്ഷേത്രങ്ങളാകാം, കുടുംബക്ഷേത്രങ്ങൾ, കളരികൾ, അങ്ങനെ പരിശീലനം കൊടുക്കുന്നുണ്ട്. തീരുമാനിക്കുന്നതാണ് അതേ ഉള്ളൂ. അമ്പലത്തിൽ വേണമെന്ന് നിർബന്ധമില്ല. അമ്പലത്തിൽ ചെയ്യുന്നതുണ്ട് ചിലർ, അത് വളരെ ചുരുക്കമൊന്നുള്ളൂ. എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഇവിടെ കിട്ടത്തില്ലല്ലോ. 13 കരയിലും ഉണ്ട് സമ്മതികൾ. ഇന്ന് ഇപ്പോൾ ഈ പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ ഈ ഒരു തിരക്ക് നാളെ രാവിലെ വരെ ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ തിരക്കല്ല പിന്നീട് ഉണ്ടാകുന്നത്. നമ്മള് നാട്ടിൽ തന്നെ ഒരു ഐതിഹ്യം പറയും, കുമ്പഭരണിയുടെ തിരക്കാരെന്നാണ് പറയുന്നത്. കുമ്പഭരണിയുടെ ആളായിരുന്നു പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത്. അതുപോലെ തിരക്കായിരിക്കും. ഈ തിരക്കൊന്നും അല്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു കുത്തിയോട്ടം വരാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ സിറ്റുവേഷൻ മാറും. നിൽക്കാൻ പറ്റത്തില്ല. കുത്തിയോട്ടങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് കടക്കും. ക്ഷേത്രത്തിൽ നടയിലേക്ക് വരും. അത് അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാനായിട്ടാണല്ലോ വരുന്നത്. ആ ചൂരൽ ഊരി ആ വഴിപാടുകാരനെ സമർപ്പിച്ച് കഴിയുമ്പോഴേ ആ കുത്തിയോട്ടം പൂർണ്ണമാകത്തുള്ളൂ. പിന്നെ പ്രസാദം വാങ്ങിച്ച് അവർ മാറുകയാണ്. നിഖിൽ, അങ്ങനെ തന്നെയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ. അല്പസമയത്തിനകം തന്നെ കുത്തിയോട്ട വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിലേക്ക് വരും. ദേവിയുടെ ഇഷ്ട വഴിപാടായ കുത്തിയോട്ടമാണ് ഇന്ന് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. കുത്തിയോട്ടങ്ങൾ 7 മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് വരും. വലിയ ആഘോഷങ്ങളോടെ താലപ്പൊലികളുടെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് കുത്തിയോട്ടം വരിക. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ചടങ്ങായ കെട്ടുകാഴ്ചകൾ 4:30 ഓരോ കരകളിൽ നിന്നും പുറപ്പെടുക. എന്തായാലും ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകം ശരി നിഷ, എന്തായാലും ചരിത്രപ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി ഇന്ന് നടക്കും. കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തലക്ഷങ്ങളാണ് ചെട്ടികുളങ്ങരയിൽ എത്തുന്നത്. ദേവിയുടെ ഇഷ്ട വഴിപാടായ കുത്തിയോട്ടം രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തി തുടങ്ങും. വിരുദ്ധ സ്ഥലങ്ങളിൽ നിന്നും കുത്തിയോട്ട വഴിപാട് ഘോഷയാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ചകളും കാഴ്ചക്കണ്ടത്തിൽ എത്താനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. ചെട്ടികുളങ്ങരയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.